ഗൈസ് അപ്പോൾ 50 രൂപ എല്ലാവർക്കും കിട്ടും. അതായത് ഒരു പണിയില്ല, ഒരു കോള് വിളിക്കുക, ഞാൻ പറയുന്ന പോലെ കോൾ വിളിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് 50 രൂപ നിങ്ങളെ പേടിഎം വാലറ്റിലേക്ക് കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ടില്ല, ഒരു ദിവസമൊക്കെ എടുക്കും. ഓക്കെ, ഒരു ദിവസം 1.5 ദിവസം 24 മണിക്കൂറാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഒരു കോൾ വിളിക്കുക, അത്രേ ഉള്ളൂ. പൈസ ഒന്നും പോകത്തില്ല, കാരണം മിസ് കോളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രൂഫാണ്. അതാ 23 സെപ്റ്റംബർ ഉച്ചയ്ക്ക് 2 മണിക്ക് കിട്ടിയിട്ടുള്ള 50 രൂപയുടെ പ്രൂഫാണ്. നിങ്ങളുടെ ലക്ക് അനുസരിച്ചിരിക്കും. അതായത് ചിലപ്പോൾ 50 കിട്ടും, ചിലപ്പോൾ 100 കിട്ടും. ഓക്കെ, 100 ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ 50 മിക്കവർക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് 50 മിനിമം കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്കും പ്രസ് ചെയ്തൊന്ന് ഓൾ ഓപ്ഷനിൽ വയ്ക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. ഓക്കെ, ഈ ഒരു ബാച്ച് കോഡും ഈ ഒരു പിൻ കോഡും ഞാൻ ടെലിഗ്രാമിലായിരിക്കും ഇടുക. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് വേണം. അതായത് ഈ നമ്പറിനകത്തോട്ടാണ് ആദ്യം വിളിക്കേണ്ടത്. പിന്നെ വരുന്നതാണ് ഈ ബാച്ച് കോഡും പിൻ കോഡൊക്കെ. ഈ ബാച്ച് കോഡും പിൻ കോഡും വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. ഓക്കെ, 5622 എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനൽ. അപ്പം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ടെലിഗ്രാമിൽ ഈ ഒരു ചാനൽ ജോയിൻ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് പോസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഇടും. അതായത് നമ്മളെ ബാച്ച് നമ്പരും ബാച്ച് കോഡും അതേപോലെ തന്നെ പിൻ കോഡൊക്കെ ഞാൻ അവിടെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ ഒന്ന് വിളിക്കുക. ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. സ്പീക്കർ ഇടാം. ഓക്കെ, നമ്പർ ഇതാ കട്ടായിട്ടുണ്ട്, അതായത് മിസ് കോളാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കട്ടാവും. കട്ടായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ താങ്ക്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജിനകത്തൊരു ലിങ്ക് വരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം നേരെ നമ്മളൊരു വെബ്സൈറ്റിലോട്ട് പോകും. വെബ്സൈറ്റ് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലേ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുന്നു. അതിന് ശേഷം ഇവിടെ രണ്ടിടത്ത് എസ് കൊടുക്കുക. ഓക്കെ, ഇവിടെ രണ്ടിടത്തും നിങ്ങൾ എസ് ഒന്ന് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരും. നമ്മൾ ഫോൺ വിളിച്ച നമ്പർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ സിമ്മിൽ നിന്നല്ലേ വിളിച്ചത്, നമ്മുടെ സിമ്മിൻ്റെ നമ്പർ ഇവിടെ കാണിക്കും. ഈ നമ്പറായിരിക്കും പേടിഎം നമ്പർ, അതായത് നമ്മൾ വിളിക്കുന്ന നമ്പറായിരിക്കണം, അതായത് നമ്മൾ മിസ് കോൾ അടിക്കുന്ന ആ നമ്പറായിരിക്കണം നമ്മുടെ പേടിഎം നമ്പർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ കൊടുക്കുക. ഫുൾ നെയിം നിങ്ങളിവിടെ കൊടുക്കുക, നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് 3 ഡിജിറ്റ് ഓഫ് ബാച്ച് കോഡ് ഉണ്ടല്ലോ, അതായത് ഞാൻ പറയാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇടുമെന്ന് പറഞ്ഞ ആ ഒരു ബാച്ച് കോഡ് ഉണ്ടല്ലോ, ആ ബാച്ച് കോഡ് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ പോയിട്ട് എടുക്കുക. അതിനുശേഷം അതിവിടെ കൊടുക്കുക. ഈ ബാച്ച് കോഡ് ഇവിടെ കൊടുക്കുക. പിൻ കോഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പിൻ കോഡ്, അതായത് ഞാൻ 2 പിൻ കോഡ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിൻ കോഡ് കൊടുക്കാം. ആ പിൻ കോഡ് നിങ്ങൾ ടെലിഗ്രാമിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ പിൻ കോഡ് കൊടുക്കുക. ഓക്കെ, ആ പിൻ കോഡ് കൊടുക്കുമ്പോൾ ഇൻവാലിഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അടുത്ത പിൻ കോഡ് കൊടുക്കുക. ഓക്കെ, അടുത്ത പിൻ കോഡ് നിങ്ങൾ കൊടുക്കുക. അടുത്ത പിൻ കോഡ് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ. അടുത്ത പിൻ കോഡ് ശരിയായി. അപ്പോൾ ഇൻവാലിഡ് എന്ന് കാണിച്ച് കഴിഞ്ഞാൽ അടുത്ത പിൻ കോഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ വരും. ഇതിനകത്ത് ഈ മേക്ക് ഇറ്റ് ലാർജ് എന്നാണ് ഉത്തരം. ഓക്കെ, എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അത് മേക്ക് ഇറ്റ് ലാർജ് എന്ന് കൊടുക്കുക. അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഹായ് ഫൈസൽ, യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൂടി നമുക്ക് വരും. അതായത് ഇവിടെ നമുക്കൊരു മെസ്സേജ് വരും. ഓക്കെ, നമ്മുടെ മെസ്സേജസിനകത്ത് യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ആയിട്ട് നമ്മളിത് രജിസ്റ്റർ ചെയ്തതെന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി ഒരു ദിവസം 24 മണിക്കൂറിന് ശേഷം ഒന്ന് കാത്തിരിക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾ ഭാഗ്യവശാൽ, അതായത് നിങ്ങൾക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും ഇതേപോലെ, നിങ്ങൾ ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അതിൻ്റെ കൂടെ ഒരു ലിങ്കും കാണും. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ പേര് നമ്പർ അടിച്ചു കൊടുത്തിട്ട് നിങ്ങളെ എമൗണ്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങളെ പേടിഎം വാലറ്റിലേക്ക് കയറും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് 24 മണിക്കൂറിന് ശേഷം, അതായത് ഒരു ദിവസത്തിന് ശേഷം, 1.5 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് 3ാമതായിട്ടൊരു മെസ്സേജ് വരും. നിങ്ങൾ ജയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 50 രൂപ അല്ലെങ്കിൽ 100 രൂപയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ലിങ്ക് കാണും, ഇതേപോലെ ഒരു ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേര് നമ്പർ അടിക്കാൻ പറയും. പേര് നമ്പർ അടിച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങളുടെ പേടിഎം നമ്പറിലേക്ക് ക്യാഷ് കയറും. ഓക്കെ, ആ പ്രൂഫാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. കാണിച്ചു തരാം. ആ പ്രൂഫാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, അതേ കണക്ക് നിങ്ങൾക്കും കിട്ടും. ഓക്കെ, അപ്പോൾ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കത്തോളും, മെസ്സേജ് വന്നില്ലെങ്കിൽ നിങ്ങൾ തോറ്റെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഡെയിലി നമുക്ക് ഇതേപോലെ ചെയ്യാമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പേയ്മെൻറ്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ട്. ഓക്കെ, മാക്സിമം കുറേ ആൾക്കാർ ഇതിൻ്റെ വീഡിയോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടി കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരിൽ നിന്നും
ഒരു പകുതി 30% ആൾക്കാർക്കെങ്കിലും കിട്ടിയിരിക്കും, ഉറപ്പാണ്. കാരണം ഇതുപോലത്തെ ലൂട്ട്സ് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ്. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കുക. ഒരു കിടിലൻ വീഡിയോ ആണ്, സോ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണാം. അത് കഴിഞ്ഞിട്ട് ഗുഡ് ബൈ.